നമ്മുടെ ഐറ്റം അന്യായ സ്മെല്ല് ഒക്കെ കൊള്ളിച്ച് അതിനൊന്ന് ഉണക്കി എടുക്കണം. എന്നിട്ട് നമുക്കത് വീണ്ടും ഹായ് ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് നല്ല ചിൽച്ചില്ലായിട്ട് നമ്മുടെ പറമ്പൊക്കെ കിടക്കുകയാണ് കേട്ടോ. നമുക്കിന്ന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സൂപ്പർ ഒരു മഴ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പറമ്പിലോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ അതായത് മെനഞ്ഞാന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മീൻ കിട്ടിയിട്ടുള്ളത് നമ്മളിങ്ങനെ അഴുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഒരു ഭാഗം, അതാണ് കേട്ടോ ഈ അഴുകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അത് വെച്ചിരുന്നാൽ നമ്മുടെ വീട് ഇപ്പോൾ തന്നെ ഓൾറെഡി നല്ല സ്മെല്ലായി തുടങ്ങിയിട്ടുണ്ട് ആ മീൻ ഇരുന്നിട്ട്. ഇനി വെച്ചിരുന്നാൽ അത് ശരിയാവത്തില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്താണെന്ന് വെച്ചാൽ അതുങ്ങളെ മൊത്തം നമുക്കിനി കുഴിച്ചിടണം. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു പരിപാടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ പറിക്കാൻ നിൽപ്പുണ്ട്. നമുക്ക് നാളെ പള്ളിയിൽ കുറച്ച് വെജിറ്റബിൾസ് കൊണ്ടുപോകേണ്ട ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുള്ളൊരു വീഡിയോ ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ ആദ്യം ഒഴിക്കാൻ പോകുന്ന വളം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു 7 ദിവസത്തെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ളൊരു വളമാണ്. അതായത് നമ്മുടെ പഴഞ്ചോറിൻ്റെ കഞ്ഞിവെള്ളമില്ലേ, കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കും ശർക്കരയും കൂടെ ചേർത്ത് കുതിർത്തെടുത്തിട്ടുണ്ട്. അതൊരു 7 ദിവസം വെച്ചിരുന്നിട്ട് അതൊന്ന് സെറ്റായ ഒരു വെള്ളം നമ്മൾ ഇതുങ്ങൾക്കെല്ലാം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ പോകണേ. സൂപ്പർ വളമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിനകത്തെല്ലാം ഒന്ന് ഒഴിച്ചു. നമ്മുടെ കിച്ചണിലെ സകല വേസ്റ്റുകളും ഉണ്ട്. മുളവിനൊഴിച്ചു കൊടുക്കാം. മുളവിനകത്തൊക്കെ വീണ്ടും അത്യാവശ്യം പറിക്കാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാവല് എല്ലാത്തിനും മൂട്ടിലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്നും കൂടി പറയാം, നമ്മുടെ പഴങ്കഞ്ഞി വെള്ളത്തിനകത്ത് കപ്പലിൻ്റെ പിണ്ണാക്കും ശർക്കരയും പിന്നെ നമ്മുടെ അടുക്കളയിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ട് ആ വേസ്റ്റുകളൊക്കെ ഇതിനകത്ത് ഇടുക. അതെല്ലാം കൂടെ 7 ദിവസം മിനിമം കുറഞ്ഞത് ഇങ്ങനെ ഒന്ന് അവിച്ച് എടുക്കാൻ വെക്കുക, ഒഴിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ടാസ്ക് കഴിഞ്ഞു. ഇനി മീൻ കുഴിച്ചിടാം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് മീൻ കുഴിച്ചിടാം. വെച്ച 2 ഏത്തവാഴയാണ് പത്തനാപുരത്ത് നിന്ന് കൊണ്ടുവന്ന 2 വാഴകൾ കേട്ടോ. അപ്പോൾ ഏകദേശം ഇത്രയായിട്ടുണ്ട്. നമുക്കപ്പോൾ ആദ്യം ഇതിനാണ് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഇതിനകത്ത് ഇവിടെ ഒരു കുഴി എടുക്കാം അല്ലേ. മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് കുഴിക്കാൻ പറ്റും. മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ഫുള്ള് വെള്ളമാണ്. മഴ പെയ്ത് അപ്പപ്പോഴും കൊലച്ച് എന്നാലും കുറച്ച് വെള്ളം. ഇതാണ് നമ്മുടെ ഐറ്റം അന്യായ സ്മെല്ല്, സഹിക്കാവുന്നതിലപ്പുറമാണ് കേട്ടോ. എന്നാലും നമ്മൾ ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കും. ഈ ഒരു മീനിൻ്റെ ദൗത്യം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. ഇത്ര സ്മെല്ലുകളൊക്കെ എൻ്റെ തലയിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ദിവസം കിടന്നു പോകും. അതുകൊണ്ട് ഇന്ന് മമ്മിയാണ് കേട്ടോ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മമ്മി അത് ഒഴിച്ച് കാണിക്കുവേ. അപ്പം നമ്മളിതേ കുഴിയെടുത്ത് കുഴിക്കകത്തോട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂടിക്കൊടുക്കുക. പട്ടിയുടെ ശല്യമൊന്നുമില്ല, പക്ഷേ പൂച്ചയുടെയും കാക്കയുടെയൊക്കെ ശല്യം ഉണ്ടായതുകൊണ്ട് മാന്താനുള്ള സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ട് നമ്മളത് നന്നായിട്ട് മൂടി കൊടുക്കണം. ഇനി നമ്മളിത് ഇട്ടതിന് ശേഷമുള്ള വാഴയുടെ വളർച്ച നമ്മൾ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മളിതൊന്ന് ഇടട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് നാളെ പള്ളിയിൽ കുറച്ച് വെജിറ്റബിൾസ് കൊണ്ടുപോകേണ്ട കുറച്ച് ആവശ്യമുണ്ട്. ഇപ്പോൾ VBS ഒക്കെ നടക്കുന്നത് കൊണ്ട് നാളെ വെജിറ്റബിൾ ഡേ ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ പറമ്പിൽ തന്നെ കുറച്ച് വെജിറ്റബിൾസ് കൊണ്ടുപോകാമെന്ന്. കുറച്ച് പാവയ്ക്കൊക്കെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. അപ്പോൾ അതൊക്കെ കുറേശ്ശെ നമുക്ക് പറിച്ചിട്ട് നമ്മുടെ പള്ളിയിൽ നാളെ കൊണ്ടുപോകാവേ. വായു നമുക്കത് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു പാവയ്ക്ക് കിട്ടിയിട്ടുണ്ട് നാളെ പള്ളി കൊണ്ടുപോകാം. ഇത് ഒരുപാട് വലുതാവുന്നതും നീളം വെക്കുന്നതല്ല, ഉണ്ട ടൈപ്പാട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരെണ്ണമായി. താനുണ്ടോ നോക്കട്ടെ. ഇവിടെ ഒന്നുമില്ല, ഇതൊക്കെ ചെറുതാ. ഇതോ ഞാൻ താഴോട്ടിരുന്ന് അല്ലെന്നുണ്ടെങ്കിൽ പറിക്കാൻ പറ്റില്ല. ഇത് നോക്കിക്കേ, ഇത് കറക്റ്റ് അല്ലേ? 2 എണ്ണം ആയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്.
3 ആയിട്ടുണ്ട്. ഇപ്പം ചെറുതാ. നമ്മൾ ഇന്നലെ അല്ലേ പറിച്ചത്? അല്ല മെനഞ്ഞാന്നോ? ഇന്നലെ പറിച്ചായിരുന്നു അല്ലയോ? നമ്മൾ ഇന്നലെ പറിച്ചു. ഇന്ന് വീണ്ടും കണ്ടാ നിൽക്കുന്നത്. അത് മീൻ വളത്തിന്റെ. നമ്മൾ ഈ മീൻ വളം ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് ആദ്യമായിട്ടല്ല കേട്ടോ ഈ വളം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വളരുന്നത്. കുറച്ച് മതിയല്ലേ മീ? കുറച്ച് അമരയ്ക്ക ഉണ്ട് കേട്ടോ. അത് മമ്മി പറിക്കുവാണേ. അമരക്കയിൽ അത്യാവശ്യം കുറേ ഉണ്ട് കേട്ടോ. മുറ്റി പോയിട്ടില്ലല്ലോ. അപ്പം നമുക്കതെല്ലാം ഒന്ന് പിച്ചിയെടുക്കാവേ. അപ്പോൾ നമ്മൾ 2 ദിവസത്തിന് മുമ്പ് നമ്മളൊരു പാവയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതേ നോക്കിക്കേ, റെഡ് കളറായി നിൽപ്പുണ്ട്. നമുക്കതിനെ പറിക്കാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2-3 ദിവസത്തെ വെയിലൊക്കെ കൊള്ളിച്ച് അതിനൊന്ന് ഉണക്കി എടുക്കണം. എന്നിട്ട് നമുക്കത് വീണ്ടും പാകാനുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് പറിച്ചെടുത്താലോ? ഞാൻ കാണിച്ചു തരാവേ. ദേ നോക്കിക്കേ, അതിൻ്റെ ഒരു കളറ് നോക്കിക്കേ, അടിപൊളിയായിട്ട്. നോക്കി അതിനകത്തും വന്ന് ഈച്ച കുത്തി. നോക്കിക്കേ അതിൻ്റെ ഉള്ളിൽ നോക്കിക്കേ. അയ്യോ, നല്ല കളറ്. അതിൻ്റെ ഉള്ളിൽ നോക്കിക്കേ, കളറ് നല്ല റെഡ് കളറിൽ നോക്കിക്കേ, കുരുക്കൾ. ഇനി ഇതിനെല്ലാം നമുക്ക് പഴുപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കാം നമുക്ക്. അയ്യോ, അത് നോക്കിക്കേ, ഇരിഞ്ഞിഞ്ഞ് പോരുന്നു. കണ്ട അതിനുള്ളിൽ ഇഷ്ടം പോലെ കുരുക്കളുണ്ട്. നമുക്ക് കുറേ നടാനുണ്ട്. അപ്പോൾ നമുക്കിതിനൊക്കെ ഇനി ഒന്ന് ഉണക്കിയെടുക്കണം. ഓക്കെ, ഈ കിടക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് മഞ്ചാടിക്കുരു പോലെ തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും യാദർച്ഛികം മാത്രമാണ്. ഇതെല്ലാം നമ്മുടെ പാവലിൻ്റെ വിത്താണ് കേട്ടോ. ഇട്ട് കൊടുക്കാം. കയ്യിൽ നിൽക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊരു വട്ടയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ഒരുപാട് ഓവറായിട്ട് അങ്ങ് പഴുത്തു. അപ്പോൾ ആ കുരുകളെല്ലാം ചാടിപ്പോകുന്നു. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് പറിച്ചെടുത്ത് കേട്ടോ. നമ്മളിതിനകത്തോട്ട് മാറ്റി. അപ്പോൾ അതേ 2 ബ്രിഞ്ചാളും കൂടെ ഇപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് പറിച്ചെടുക്കാവേ. നാളെ കൊടുക്കേണ്ടതല്ലേ, അതുകൂടെ കൊടുക്കാം. നമുക്ക് അതുകൂടെ ഒന്ന് പറിച്ചെടുക്കാം. മുറിഞ്ഞു പോച്ച്, സാരമില്ല. എൻ്റെ മഴയൊക്കെ വെള്ളം വീണ് നമുക്ക് സെറ്റായി നിൽക്കും നമ്മുടെ കള്ളന്മാർ. നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മുടെ പച്ചക്കറികളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതേ വെണ്ടയ്ക്ക, പാവയ്ക്ക, അമരയ്ക്ക, ബ്രിഞ്ചാൾ, ഇത്രയും കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നാളെ ഇതെല്ലാം നമ്മൾ പള്ളിയിൽ കൊണ്ടുപോകാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് അറിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയുള്ള വീഡിയോസുകൾ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോസുകൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.